ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ചാനൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്മിലും കണക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ സാംസങ് ഫോൺ നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ PC ത്രൂ അപ്ഡേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നിങ്ങളുടെ PC-യിൽ ഇന്റർനെറ്റ് ഒക്കെ ലാൻ കേബിൾ ത്രൂ ആണ് കണക്ട് ചെയ്തെങ്കിൽ ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് എന്നാണ് പറയുന്നത്. വെച്ചാൽ നമ്മൾ ഈ OTA അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വൈഫൈന് അല്ലെങ്കിൽ നമ്മളിപ്പോൾ 5G-യിലാണ്, നോർമലി 5G റെക്കമെൻഡ് അല്ല, ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആണ് റെക്കമെൻഡ് ആയിട്ടുള്ളത്, അതും സ്റ്റേബിൾ ആയിട്ടുള്ള ഹൈ സ്പീഡ് ഇന്റർനെറ്റ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് 5G വലിയ കാര്യമൊന്നുമില്ല, ഇറങ്ങിയ സമയത്ത് നല്ല കിടിലൻ സാധനമാണ്, പക്ഷേ ഇപ്പോൾ വൻ ഷോക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5G-യിൽ തീരെ റെക്കമെൻഡ് അല്ല, വൈഫൈയിലാണ് റെക്കമെൻഡ്. അപ്പോൾ നിങ്ങൾ ഈ OTA അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വൈഫൈന് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിൽ എറേഴ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ എറേഴ്സ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഡിസ്പ്ലേ ഇഷ്യൂസും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മദർ ബോർഡ് ഇഷ്യൂ ഒക്കെ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് വേ ടു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ PC ത്രൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വിൻഡോസ് PC ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര നല്ല സുഖമാണ്. ഇപ്പോൾ സ്മാർട്ട് സ്വിച്ച് എന്ന് പറഞ്ഞൊരു ആപ്പും നമ്മുടെ സോഫ്റ്റ്വെയർ ഒക്കെ നമുക്ക് ഇപ്പോൾ വിൻഡോസിലൊക്കെ അവൈലബിൾ ആണ്. സ്മാർട്ട് സ്വിച്ച് എന്ന സാധനം നമ്മുടെ ഫോണിൽ തന്നെ ഇൻബിൽഡ് വേറൊരു സാധനം ഉണ്ട്, സ്മാർട്ട് സ്വിച്ച് ആയിട്ട്. അപ്പോൾ ഈ സാധനം നമുക്ക് വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോൺ USB ത്രൂ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടെ തന്നെ നമ്മുടെ ഈ ഐഫോണൊക്കെ ഇല്ലേ, നമുക്ക് iTunes ത്രൂ അപ്ഡേറ്റ് ചെയ്യുന്ന പരിപാടി അതേപോലത്തെ സിമ്പിൾ പരിപാടി തന്നെ നമുക്ക് ഇതുകൂടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫോൺ പ്രത്യേകിച്ച് ഔട്ട് ഓഫ് വാറന്റി ഒക്കെ ആണെങ്കിൽ ഈ മെത്തേഡ് ത്രൂ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കി. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ 1UI 7 ഇനി ലേറ്റസ്റ്റ് ആയിട്ട് കുറേ അപ്ഡേറ്റുകൾ വരാണ്ട്. അപ്പോൾ അത് തന്നെ നിങ്ങളുടെ ഫോൺ ഔട്ട് ഓഫ് വാറന്റി ആണെങ്കിൽ എപ്പോഴും ഇതുപോലെ തന്നെ സ്മാർട്ട് സ്വിച്ച് ത്രൂ PC ത്രൂ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങൾക്ക് ബഗ്ഗുകളും അതുപോലെ തന്നെ ഇതുപോലത്തെ ഇഷ്യൂസ് ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു കിട്ടും. ഇത് സാംസങ് തന്നെ റെക്കമെൻഡ് ചെയ്ത ഒരു മെത്തേഡാണ്. ആക്ച്വലി അവരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കിട്ടുന്ന ഒരു മെത്തേഡാണ്. ഞാൻ ചുമ്മാ എന്താ പറയുക, വീഡിയോസിന് വേണ്ടി പറയുന്നതല്ല. അപ്പോൾ ഇത് ആക്ച്വലി ആപ്പിളുകാരും പറഞ്ഞിട്ടുണ്ട് അവരുടെ iTunes ത്രൂ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ മാക്ബുക്ക് ഉണ്ടെങ്കിൽ അത് ഇൻബിൽഡായിട്ട് സംഭവം ഉണ്ട്, അത് ത്രൂ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ റെക്കമെൻഡ് ചെയ്യുന്ന സംഭവമാണ്. എന്ന് വെച്ചാൽ ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ OTA അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് എറേഴ്സും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ അത് ഇൻസ്റ്റാൾ ആകുമ്പോൾ എന്താ വെച്ചാൽ അത് സ്വാഭാവികമായിട്ട് എറർ വരും. നിങ്ങളിപ്പോൾ വിൻഡോസിലായിക്കോട്ടെ എന്തെങ്കിലും സംഭവം ഈ നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് സാധനം സ്വിച്ച് ഓഫ് ചെയ്യാൻ പാടില്ല എന്താ പറയുക, അല്ലെങ്കിൽ ഇന്റർനെറ്റ് കട്ടാകുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് അത് എന്തുകൊണ്ടാണ് എന്തെങ്കിലും എറേഴ്സ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതിൻ്റെ സിമ്പിൾ ലോജിക്കാണ് എവിടെയും സംഭവിക്കുന്നത്. അപ്പോൾ എപ്പോഴും PC ത്രൂ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാൻ നോക്കട്ടെ. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾ ആരെങ്കിലും ഇതുമായിട്ട് ഇനി 1UI 7 ഒന്നും അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ മെത്തേഡ് ത്രൂ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് എന്താ പറയുക ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യാൻ വന്നപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ നോർമലി എല്ലാം സംഭവം ഇതുപോലെ തന്നെ ഐഫോൺ ഉള്ളപ്പോഴും ഞാനിപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു, ഞാൻ ഐഫോണൊക്കെ ഇപ്പോൾ വിറ്റു, ഫുൾ ആപ്പിൾ ടാറ്റ ബൈബൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളപ്പോഴൊക്കെ ഞാൻ മാക്ബുക്ക് ത്രൂ ഒക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറ്. അപ്പോൾ അത് പിന്നെ പക്ഷേ എനിക്ക് എന്നിട്ടും iPhone 13 സമയത്ത് ഡിസ്പ്ലേ ഇഷ്യൂ പണി കിട്ടി, അത് വേറെ കാര്യം. പക്ഷേ നമുക്ക് മാക്സിമം ഒരിക്കലും വരില്ലെന്ന് പറയുന്നില്ല കേട്ടോ, മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്ന് പറയുള്ളൂ. അപ്പോൾ ഞാൻ സാംസങ്ങും ഞാൻ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക PC ത്രൂ തന്നെ അപ്ഡേറ്റ് ചെയ്യാറ് കേട്ടോ. നോർമൽ S23 ആയിക്കോട്ടെ, എൻ്റെ നോർമൽ S23 ഔട്ട് ഓഫ് വാറന്റി ആണ്. 1UI 7 നമ്മൾ കുറച്ച് കാലം മുമ്പ് ഇൻസ്റ്റാൾ ചെയ്തു, ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുമായിട്ട് ഇഷ്യൂസൊന്നും ഇല്ല, വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ അൾട്രയിലായാലും ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഇതൊന്ന് ഷെയർ ചെയ്യാൻ വന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആക്ച്വലി സാംസങ്ങിൻ്റെ ഒരു വാച്ച് 4 എന്തെങ്കിലും ഉണ്ട്, LTE മോഡലാണ്, ഒരു ഗ്രേ കളർ മോഡല്, ഭയങ്കര റയറായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളതാണ് സാധനം. ഗ്രേ കളർ കണ്ടു, ഇത് ഞാൻ ആക്ച്വലി സെൽ ഔട്ട് ചെയ്യുന്നുണ്ട്. ആരെങ്കിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താലും മതി, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താലും മതി, നമ്മൾ അതിൽ തന്നെ റിപ്ലൈ തരാം. ഇതാണ് സംഭവം കേട്ടോ. ആപ്പിൾ വാച്ചിൻ്റെ ഫുൾ ബോക്സും സംഭവമൊക്കെ അവൈലബിൾ ആണ്, ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആമസോണിൽ വാങ്ങിച്ചാണ് കേട്ടോ. LTE മോഡലാണ് കേട്ടോ. അതുപോലെ തന്നെ വലിയ മോഡൽ 45mm ആണെന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കാണാം, ബൈ. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് പ്രൊവൈഡ് ചെയ്യാൻ മറക്കണ്ട, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്.